കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ ഒരു വരവ്, അതിൻ്റെ നേതാവിൻ്റെ ഒരു വരവ്, അതിൻ്റെ പോക്ക്, അതിൻ്റെ കൂട്ടായ്മ, ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഡൽഹിയിൽ പാറ്റാക്കുഞ്ഞുങ്ങൾ കൂടിച്ചേരാനുള്ള ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഡൽഹി ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ല എന്നാണ് നേരത്തെ മനസ്സിലാക്കിയത്. ജന്തർ മന്ദറിൽ ഈ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷേ ചില ഉപാധികളോടെയെങ്കിലും ഇതിന് അനുമതി നൽകാമെന്നൊരു സാഹചര്യം വന്നേക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു എതിർപ്പ് മുന്നോട്ട് വെച്ചാൽ അതൊരു പക്ഷേ ഒരു എതിർ വികാരം ഉണ്ടാകാൻ സാധിക്കും, അല്ലെങ്കിൽ CJPക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് ജനങ്ങളെ എത്തിക്കുമോ, അതിൻ്റെ ഈ ജൻസി കൂട്ടായ്മ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ എത്തിക്കുമോ എന്നൊരു ഭയവും ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഉപാധികൾ എന്ന ഒരു ക്ലോസ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ജിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ പ്രധാനമായും CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്, ഏതാണ്ട് 8 മണിയോടുകൂടി. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കൂടിച്ചേർന്നവർ അത് നേരിട്ട് അവർ കണ്ടെത്തി അവരുടെ കൂട്ടായ്മയിലേക്ക് എത്തി ഒരു പ്രതിഷേധത്തിലേക്ക്, പ്രധാനമായും ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട ജനകീയ വിഷയങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നൊന്നായിട്ട്. വിഷ്ണു, സ്വപ്ന, സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 9 മണിയോടുകൂടി ജന്തർ മന്ദിറിൽ, അതായത് പ്രതിഷേധങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടക്കാനുള്ള വേദിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന ആഹ്വാനവും അതിന്റെ തയ്യാറെടുപ്പുകളും അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നു വരികയാണ്. പക്ഷേ അതിൽ നിർണായകമായ ഒരു കാര്യം എന്നുള്ളത് ജന്തർ മന്ദിർ എന്നുള്ളതും ഒപ്പം രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങളാൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിന് നേരത്തെ പോലീസ് അനുമതി തേടേണ്ടതുണ്ട്. ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പെങ്കിലും ഇത്തരത്തിൽ അനുമതി എടുത്ത ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താറുള്ളത്. ആഹ്വാനം ചെയ്തു എങ്കിൽ പോലും ഈ പ്രതിഷേധത്തിനുള്ള പോലീസ് അനുമതി ഈ നിമിഷം വരെ കോക്രോച്ച് ജനതാ പാർട്ടി ഔദ്യോഗികമായി തേടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അറിയിച്ചത് ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി അതിനുശേഷം നേരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ, അതായത് ജന്തർ മന്ദിർ ഉൾപ്പെടുന്ന പ്രദേശത്തെ സുരക്ഷാ ചുമതലയുള്ള പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ആദ്യം ഇത്തരത്തിലുള്ള അനുമതി തേടുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് സാങ്കേതികമായി നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതിന് നേരത്തെ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇന്റലിജൻസ് വിഭാഗം അക്കാര്യം പരിശോധിച്ച് അതിനുശേഷമാണ് സുരക്ഷാ അനുമതി നൽകുക. അതുകൊണ്ട് സാങ്കേതികമായ ഒരു അനുമതി ഈ പ്രതിഷേധത്തിന് നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ അഭിജിത്ത് ദീപ്കെ ഇന്നിപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ അല്പസമയത്തിനെത്തും. സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ, ഈ CJP പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തണ്ട എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ കൂടിയും ഇവർ എത്താനുള്ള സാധ്യതയുണ്ട്. ഈ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അവിടെ മുതലേ ഒരുപക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? നിലവിൽ ഡൽഹി പോലീസ് ഉന്നതതല യോഗം ഇന്നലെ തന്നെ ചേർത്തിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. നിലവിൽ പോലീസ് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയം പോയാൽ ഇടപെടാം എന്നുള്ള രീതിയാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഡൽഹി പോലീസ് നിലവിൽ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തിൽ രാവിലെ 8 മണിയോടുകൂടി അഭിജിത്ത് ദീപ്കെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ CJP ആഹ്വാനം ചെയ്തത് വിമാനത്താവളത്തിന്റെ പരിസരത്തേക്ക് ആരും എത്തേണ്ടതില്ല. പ്രതിഷേധം ആഹ്വാനം ചെയ്ത ജന്തർ മന്ദിർ ഒപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ആ സ്ഥലത്തേക്ക് മാത്രം CJPയുടെ ആഹ്വാനം അനുസരിച്ച് ആളുകൾ എത്തിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ വിമാനത്താവളത്തിലും അഭിജിത്ത് ദീപ്കയെ സ്വീകരിക്കാൻ ആളുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷാ സേന എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാകും. അവിടെ വെച്ച് തന്നെ ഒരു സുരക്ഷാ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് പോകാനോ സാധിക്കില്ല. മറിച്ച് വിമാനത്താവളത്തിൽ അത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ അഭിജിത്ത് ദീപ്കെ നേരെ എത്തുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അവിടെ നിന്നായിരിക്കും പിന്നീട് തുടർന്നുള്ള കാര്യപരിപാടികൾ തീരുമാനിക്കുക. ഏതായാലും ഡൽഹി പോലീസ് ഇന്നലെ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചത് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കോ വലിയ ആൾക്കൂട്ടങ്ങളിലേക്കോ പോവുകയാണെങ്കിൽ മാത്രം അതിലൊരു നിയമ നടപടി, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ അത് അത്തരത്തിലൊരു പ്രതിഷേധം നടത്തി പിരിയട്ടെ, അതിനുശേഷം അതിന്റെ ഭാവി നിയമ നടപടികൾ സ്വീകരിക്കാം എന്നൊരു നിലപാടാണ് നിലവിൽ ഡൽഹി പോലീസ് സ്വീകരിച്ചത്.